നിന്നെ കൊണ്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തോന്ന്? എന്റെ നല്ലൊരു ഫോട്ടോ, ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്ന നല്ലൊരു ഫോട്ടോ ദേ നീ ഇതിലൊന്ന് എടുത്തതാ. എനിക്ക് സ്റ്റാറ്റസ് ഇടാനാ. സ്റ്റാറ്റസ് ഇടാനാ? ആ ഗ്രൂപ്പില് അവിടെ കുറെ എണ്ണങ്ങളുണ്ട് കൊച്ചേ. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഈ ഫോണിൽ കുത്തിയിരിക്കാതെ വേറെ യാതൊരു പണിയില്ലെന്ന് ധരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അവരെയൊക്കെ കാണിക്കാനാ. സത്യമല്ലേ? ഇതൊന്ന് അല്ല, അങ്ങനെ പറഞ്ഞതൊക്കെ മോശമല്ലേ? അതാ പറഞ്ഞേ. ഞാൻ നല്ല ഒരു പുസ്തകം സീരിയസ് ആയിട്ട് വായിക്കുന്നത് പോലെ അഭിനയിച്ചിങ്ങനെ ഇരിക്കും. നീ നല്ലൊരു പടം എടുത്ത് എനിക്കിതാ. എനിക്കേ നല്ല ഗമയിലിരിക്കട്ടെ. ഇരുന്നാ ആ നോക്കട്ടെ. അത്ര അങ്ങോട്ട് ശരിയായില്ല. പോരാ പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കണം കൊച്ചേ. എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ അറിയാവൂ. അയ്യടാ, ഈ ഫോൺ ഇങ്ങനെ കൊണ്ടു നടക്കാൻ അറിയാം. പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം, ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പോലും അറിഞ്ഞൂടല്ലേ. അമ്മ 24 മണിക്കൂർ അതിനകത്ത് നോക്കിയിരിക്കണോണ്ടാണ് അതിന്റെ സ്വഭാവം കാണിക്കുന്നത്. ഓഹോ ഞാൻ കാണിച്ചു തരാം. പിടി കേട്ടോ, നീ അവിടെ നില്ലേ. നോക്ക്, നീ ഇങ്ങനെ വേണം ഫോട്ടോ എടുക്കാൻ കേട്ടാ. കണ്ടാ? നല്ല കൊള്ളല്ലേ ഞാൻ കാണാൻ? എങ്ങനെ? ഞാൻ കാണാൻ നല്ല കൊള്ളാം. അയ്യടാ, എന്ത് കൊച്ചേ, ആര് കൊള്ളാൻ കാണാനെന്നൊക്കെ ഉള്ള ഇങ്ങോട്ട് നോക്ക്. ഒരു 40 വർഷം മുമ്പ് നീ എന്നെ കണ്ടിരുന്നെങ്കിൽ നീ ബോധം കെട്ട് വീഴേനെ. അതെന്താ അമ്മയെ കാണാൻ അത്ര ബോറായിരുന്നോ? ബോധം കെട്ട് വീഴുന്ന് പറഞ്ഞു. ബോധം കെട്ട് വീഴുന്ന പറഞ്ഞാൽ അത്രയ്ക്ക് സൗന്ദര്യവതിയായിരുന്നെന്ന്. ഈ പ്രായത്തിൽ ഇത്രയല്ലേ ഉള്ളൂ. രണ്ടുപേരും കൂടി വീണ്ടും വഴക്ക് തുടങ്ങിയോ? വഴക്കൊന്നുമില്ല മോളെ, ചുമ്മാ ഈ ഒരു സൗന്ദര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച, അത്രേ ഉള്ളൂ. ഇതെവിടെ പോകുന്നത്? ഞാൻ പാറമേൽ പള്ളിയിൽ പെരുന്നാളല്ലേ, അച്ഛൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അയ്യോ, പാറമേൽ പള്ളി പോവാണോ? എന്റെ ഫ്രണ്ട് ആൻമറി ഇല്ലേ അച്ഛാ, അവക്ക് ഞാൻ പറഞ്ഞു ഒരു കൊന്ത കൊടുക്കാന്ന്. അപ്പൊ അവൾ എന്റെ അടുത്ത് ചോദിച്ചു പാറമേൽ പള്ളിയിലെ കൊന്ത തരാവോന്ന്. അയ്യോ, ആഘോഷല്ലേ കാലൊടിഞ്ഞ് കിടക്കുന്നത്. അയ്യോ, സൈക്കിളിന്ന് വീണതാ. അയ്യോ കഷ്ടം. മോള് വാങ്ങിച്ചോണ്ട് കൊടുക്കട്ടെ. ശരി അച്ഛൻ. എന്തിയാ അമ്മച്ചി? എന്തിയാ? അതെ, അമ്മ അവിടെ നേരത്തെ ഒരുങ്ങാൻ തുടങ്ങി. വേഗം മോളെ, നല്ല തിരക്കായിരിക്കും. അതുപോലെ സൂക്ഷിച്ചൊക്കെ വേണം. പള്ളി ചെല്ലുമ്പോ അച്ഛന്റെയോ അമ്മയുടെയോ കൈ പിടിച്ച് നടക്കാവേ മക്കളെ. ശരി അച്ഛമ്മ. ഒരിടത്തും പോവില്ലേ? ഇല്ല, പോകത്തില്ല. നമുക്കും കൂടെ പ്രാർത്ഥിക്കണേ. പിന്നെ അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബുദ്ധി തന്ന് വഴക്കൂടാതിരിക്കാൻ. നീ ആള് കൊള്ളാമല്ല. വന്ന് പിള്ളേര് നമ്മളെ ട്രോളാൻ തുടങ്ങിയിരിക്കുകയാണ്. പെണ്ണു. അച്ഛൻ എന്താ അമ്മ ഇതുവരെയായിട്ട് വരാത്തത്? ഇനി പോയിട്ട് എന്ത് ചെയ്യാനാ? പള്ളിയിലെല്ലാം തീർന്നു കാണും. അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്റെ അച്ഛൻ വരുമ്പോ ചോദിക്ക. ഞാൻ ഇടയ്ക്ക് വെച്ച് വിളിച്ചപ്പോ ധാവരണു എന്നാ പറഞ്ഞത്. പിന്നെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫും. നാളെ സ്കൂളിൽ ചെല്ലുമ്പോ അവിടത്തെ കൊന്ത ഞാൻ അവക്ക് കൊടുക്കാന്ന് പ്രോമിസ് ചെയ്തതാ അമ്മ. ഇനിയിപ്പൊ അത് പറ്റൂല. പിങ്കി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് പാലിക്കാൻ പറ്റുന്ന പ്രോമിസ് മാത്രമേ നീ കൊടുത്തിട്ട് വരാവുള്ളൂ. ചുമ്മാ. ഞാൻ അറിഞ്ഞോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? അറിഞ്ഞോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.